കായംകുളം വെസ്റ്റ് മണ്ഡലം നഗരസഭ 42ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം വെസ്റ്റ് മണ്ഡലം നഗരസഭ 42ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടാണ് മഹാത്മജിയുടെ പേരിൽ കുടുംബസംഗമം സംഘടിപ്പിക്കപ്പെടുന്നതെന്നതിനെ സംബന്ധിച്ച് അധ്യക്ഷൻ സൂചിപ്പിച്ചു. മഹാത്മജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നതിന്റെ 100ാം വാർഷികമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 140 വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പലരെയും സംബന്ധിച്ചോളം ഒരു അത്ഭുതം പോലെയാണ്, ഒരു വിസ്മയം പോലെയാണ്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 140 വർഷം എന്ന് പറയുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാലയളവല്ല, മറിച്ച് കോൺഗ്രസിന്റെ 140 വർഷക്കാലത്തിന്റെ ചരിത്രം സമ്മാനിക്കുന്നത് ഒരു രാജ്യത്തിന്റെയും ജനതയുടെയും മുന്നേറ്റങ്ങളുടെയും സാമൂഹ്യ മാറ്റങ്ങളുടെയും സ്വാതന്ത്ര്യപ്രാപ്തിയുടെയും അതിനപ്പുറം ഇന്ന് കാണുന്ന ഇന്ത്യയായ ഈ രാജ്യം രൂപപ്പെടുന്നതിൻ്റെയും ഒരു മഹത്തായ ചരിത്രത്തിന്റെ കാലയളവാണ് ഈ 140 വർഷക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ മഹത്തായ ചരിത്രം മാത്രമല്ല, ഇന്നും ഈ രാജ്യത്തെ ജനകോടികളുടെ ഒക്കെ പ്രതീക്ഷയായി അവരുടെ ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, 140 വർഷങ്ങൾക്ക് മുമ്പും അതിന് ശേഷവും അതുതന്നെയാണ് എല്ലാവർക്കും അത്ഭുതം ഉളവാക്കുന്നത്. 140 വർഷങ്ങൾക്ക് മുമ്പും അതിന് ശേഷവും ലോകത്തിന്റെ വിവിധ ഇന്ത്യയിൽ മാത്രം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ രൂപീകൃതമായിട്ടുണ്ട്. പക്ഷെ ആ സംഘടനകളും അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ പലപ്പോഴും വിസ്മൃതിയിൽ ആണ്ടുപോകുമ്പോൾ, ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അത് 140 വർഷക്കാലം പിന്നിട്ടു എന്ന് മാത്രമല്ല, ഇന്നും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ ഒരു ചാലക ശക്തിയായി നിലകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയാത്ത തരത്തിൽ ഇത്തരത്തിൽ മുന്നേറുവാൻ കഴിയുന്നതെന്നുള്ള സംശയം പ്രകടമാക്കിയാൽ, അങ്ങനെ എന്തുകൊണ്ട് എന്ന് ചോദ്യം ഉന്നയിച്ചാൽ നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയുന്ന മറുപടി എന്താണ്? കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതെന്നും കാലികമായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുദ്രാവാക്യങ്ങൾ, ഓരോ കാലത്തും അതിന്റെ മുദ്രാവാക്യം അതെന്താണോ ആ കാലയളവിൽ നാടും ജനതയും ആഗ്രഹിച്ചിരുന്നത് അതിനെ മുദ്രാവാക്യമാക്കി മാറ്റുവാൻ കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ആർ വിമൽകുമാർ അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും വിവിധ മേഖലകളിൽ വിജയികളായവരെ അനുമോദിക്കുകയും ചെയ്തു. യോഗത്തിൽ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ, DCC ജനറൽ സെക്രട്ടറി എ.പി. ഷാജഹാൻ, മറ്റ് നേതാക്കളായ ഷുക്കൂർ വഴിശ്ശേരി, ആർ ഭദ്രൻ, വി അമ്പിളിമോൻ, പി രാജേന്ദ്രക്കുറുപ്പ്, സന്തോഷ് വെള്ളത്തെടുത്ത്, അമ്പിൽ രാജൻപിള്ള, IT അബ്ദുൽ സലാം, ആദിത്യൻ അശോകൻ, ജി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. വാർഡ് കോൺഗ്രസ് സെക്രട്ടറി ശ്രീഹരി ഊടത്തിൽ സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് സുരേഷ് കേളച്ചൻതറ നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.